ഹായ്, ഇന്നൊരു സർപ്രൈസ് വ്ളോഗാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ജന്മനാളാണ് ഈ വരുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന്, കുംഭമാസത്തിലെ പൂരനാളിൽ. അപ്പം ഞാനും അനിയത്തിയും കൂടെ അമ്മയ്ക്കൊരു കമ്മൽ മേടിച്ചു കൊടുക്കാമെന്ന് കരുതി അത് മേടിക്കാൻ പോവാണ് കേട്ടോ. അമ്മയും കൂടെ കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അമ്മയോട് പറഞ്ഞിട്ടില്ല എനിക്ക് കമ്മൽ മേടിക്കണം എന്നും പറഞ്ഞാണ് അമ്മയെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഭഗവാനെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഓട്ടോയിൽ കയറി. ആദ്യം പോയത് പോത്തീസിലോട്ടാണ്. ഒരു സാരി കൂടെ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ പോത്തീസിലെത്തി. അപ്പോഴേക്കും നല്ല വിശപ്പിൻ്റെ ഉൾവിളി കണ്ടതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് കരുതി. അതിനടുത്ത് തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ വടയും ചായയും വാങ്ങി കേട്ടോ. ഉഴുന്നുവട, വാഴയ്ക്കപ്പം, ബജി അതൊക്കെ മേടിച്ചപ്പോൾ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്യാമല്ലോ, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് നേരെ പോത്തീസിൽ കയറി. അവിടെ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് ഫോട്ടോ ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഈ സാരിയാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്വർണ്ണമഹലിലോട്ടാണ് പോയത്. അവിടെ കയറുമ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഉള്ളത് മൊഗാപ്പ് ചെയിൻസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആൻറ്റിക് ഡിസൈൻസ്, ഡയമണ്ടിൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത് ആംഗ്ലേറ്റ് ആണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇവിടെ കൂടുതൽ തമിഴ്നാട് സ്റ്റൈൽ ആഭരണങ്ങളായിരിക്കും എന്നുള്ളത്. അതെന്തായാലും മാറിക്കിട്ടി. പണിക്കൂലിയും കുറവാണ് കേട്ടോ. അങ്ങനെ ഇത് നെക്ലസിൻ്റെ സെക്ഷനിലാണ്. എനിക്ക് ഈ ഒരു നെക്ലസ് ഇഷ്ടപ്പെട്ടിട്ട് അത് വെച്ച് നോക്കുവാണ് കേട്ടോ. നല്ല ഗ്രീൻ സ്റ്റോൺ ഉള്ളത്. എൻ്റെ കമ്മലും വളയും എല്ലാം അതിന് മാച്ചാണ്. 5 പവൻ എങ്ങാണ്ടോ ആണ് കേട്ടോ അത്. പിന്നെ ഇതാ ഈ ഒരു മോഡേൺ ട്രഡീഷണൽ മിക്സായിട്ടുള്ള ഒരു കാശിമാല, നല്ല ഭംഗിയുണ്ട്. അത് മാത്രം ഇട്ടാൽ മതി, നല്ല രസമുണ്ട് കേട്ടോ. ഇതെല്ലാം ടർക്കിഷ് ഡിസൈൻസിലുള്ളതാണ് കേട്ടോ. വെയിറ്റ് എനിക്ക് തോന്നുന്നു 1.5 പവൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ അടുത്തത് ഒരു ലക്ഷ്മി. എനിക്ക് ഈ ട്രഡീഷണൽ ലക്ഷ്മി മാല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് വെച്ച് നോക്കി. പെൻഡൻറ്റ് നല്ല ഹെവിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അത് മാത്രം ഇട്ടാൽ മതി, വേറെ എക്സ്ട്രാ മാല ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് എൻ്റെ ഒരു ഇഷ്ട സെക്ഷനാണ്, ബ്രേസ്ലെറ്റ്. നോർമലി നമ്മൾ ഈ സ്പോട്ട് ചാലയ്ക്കകത്തുള്ള ജ്വല്ലറിയിൽ നിന്നാണ് മേടിക്കുക. അവിടെയൊക്കെ ലിമിറ്റഡ് ഐറ്റംസ് ആയിരിക്കും, ഡിസൈൻസ് എല്ലാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കി, പക്ഷേ എടുത്തില്ല. എപ്പോഴെങ്കിലും എടുക്കാം. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലാണ്, ജിംകാസ്. എനിക്കിതിലാരോ കൈവശം തന്നിട്ടുണ്ട്. എനിക്കറിയില്ല, ജിംക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വികാരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും കാണുമ്പോൾ ഇട്ട് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ അമ്മയ്ക്കുള്ള കമ്മൽ സെലക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ കുറച്ച് കമ്മൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അമ്മയോട് ചോദിക്കാമെന്ന് കരുതി, അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. അങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഒന്ന് ഇട്ട് നോക്ക്, കാരണം ഞാൻ ഇട്ട് നോക്കിയാൽ എനിക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ തന്നെ ഇട്ട് നോക്കാൻ പറഞ്ഞിട്ട് അമ്മ ഓരോന്നും ട്രൈ ചെയ്യുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഇത് അമ്മയ്ക്കുള്ളതാണെന്ന്. അങ്ങനെ അമ്മ ഒരെണ്ണം ഇട്ട് നോക്കിയിട്ട് അമ്മയ്ക്ക് ഏകദേശമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത് അമ്മയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് സന്തോഷം നോക്കിക്കേ. ഇതല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനെ അമ്മ സെലക്ട് ചെയ്തത് ഈ ഒരു കമ്മലാണ് കേട്ടോ, ഒരു ഹാങ്ങിങ്സൊക്കെ ഉള്ളത്. അങ്ങനെ ആ കമ്മൽ സെലക്ട് ചെയ്ത് അവിടുന്ന് കമ്മൽ വാങ്ങിയ ഒരു ഗിഫ്റ്റും കിട്ടി. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങി കേട്ടോ. പുറത്തോട്ടിറങ്ങി ആദ്യം പോയത് നല്ല കുപ്പിവള കിട്ടുന്ന ഷോപ്പല്ല, ഒരു സ്ട്രീറ്റാണ് കേട്ടോ. സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. അങ്ങനെ അവിടെ നിന്ന് നല്ല കുപ്പിവളയൊക്കെ കണ്ടു. അതിനടുത്ത് തന്നെ ഹാൻഡ് ബാഗ്സിൻ്റെ കുറേ കളക്ഷൻസ് കേട്ടോ. 200, 300 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു ഹാൻഡ് ബാഗ്സ്. ഞാൻ ചോദിച്ചതൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. പിന്നെ കുറേ ഇയറിങ്സിൻ്റെ നല്ല 50 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇതൊക്കെ 50 രൂപ, 100 രൂപ. ഇതൊക്കെ നോക്കിയേ, ഈ കമ്മൽ മാത്രം ഇട്ടാൽ മതി, വേറെ ജ്വല്ലറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഒരു ഷോപ്പിനകത്ത് കയറി. കാരണം മോൾക്ക് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് താലപ്പൊലി ഉള്ളത് കൊണ്ട് അവൾക്ക് മാലയും കമ്മലും വളയും ഒക്കെ മേടിക്കണമായിരുന്നു. അതുകൊണ്ട് അതിനടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിൽ കയറി കേട്ടോ. അവിടെ നല്ല ആൻറ്റിക് ഡിസൈൻസിലുള്ള ഒരുപാട് മാലകൾ, ഒരുപാട് കളക്ഷൻസ്. നമുക്ക് വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, വെഡിങ് റിസപ്ഷൻ ഇടാൻ പറ്റുന്നത്. നോക്കിക്കേ, ഒരു അൺകട്ട് ഡയമണ്ട് പാറ്റേൺ. ഇത് മാത്രം ഇട്ടാൽ മതി ലഹങ്കയുടെ കൂടെയൊക്കെ. എന്ത് ഭംഗിയായിരിക്കും എന്നറിയാവോ. നെക്ക് ഫുള്ള് കവറായിരിക്കും. നല്ലൊരു ഹെവി ഇയറിങ്സും കൂടെ ആകുമ്പോഴത്തേക്കും പക്ക ഓക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ജിമുക്ക.
എനിക്കറിയില്ല, ജിമിക്കയിൽ ആരോ കൈവശം തന്നിട്ടുണ്ട് കേട്ടോ. വാങ്ങിയില്ലെങ്കിലും അതൊക്കെ ഒന്ന് കയറി നോക്കി ഒന്ന് ഇതാക്കിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഒന്നും എടുത്തില്ല, കാരണം ഓൾറെഡി ഈ കളക്ഷൻസൊക്കെ കയ്യിലുള്ളത് കൊണ്ട് ഒന്നും എടുത്തില്ല. പിന്നെ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ട് അവിടെ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയത് ഒരു AD സ്റ്റോണിൻ്റെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മലായിരുന്നു. നല്ല ഭംഗിയുണ്ട്, പീകോക്ക് ഡിസൈൻസിൻ്റെ. അത് നല്ല നല്ല വെറൈറ്റി കളേഴ്സും കൂടെ ഉണ്ടായിരുന്നു, പേസ്റ്റേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇയറിങ്സ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് മാറ്റിയിടാമല്ലോ, അതൊരു നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന ഇയറിങ്സും ഒക്കെ നോക്കി, പക്ഷേ എടുത്തില്ല. അതൊക്കെ അതുപോലെ തന്നെ അവിടെ വെച്ചു കേട്ടോ. പിന്നെ മോൾക്ക് വേണ്ടി 2 മാല സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ബീഡിൻ്റെ മാല, പക്ഷെ അതെടുത്തില്ല. ഈ ഒരു മാലയാണ് മോൾക്ക് വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോഴേക്കും വിശപ്പിൻ്റെ ഉൾവിളി വന്നതുകൊണ്ട് നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. അവിടെ കയറിയപ്പോൾ നല്ല വിശപ്പുള്ളത് കൊണ്ട് പപ്സും ബട്ടർ ബന്നും കട്ട്ലേറ്റും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഷാർജ, പിന്നെ ഓർഡർ ചെയ്തത് ഫലൂഡ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തട്ടിവിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല കണ്ണിമാങ്ങയും കാരക്കയും വെച്ചിരിക്കുന്നത് കണ്ടോ കേട്ടോ. ഇവിടെ ഒരുപാട് നാടൻ ഐറ്റംസ് ഉണ്ട്, ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കൂർക്ക, കാരക്ക, നോർമൽ മാങ്ങ, കണ്ണിമാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് മാങ്ങയും കാരക്കയും കൂർക്കയും ഒക്കെ വാങ്ങി നേരെ നമ്മളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ഫുൾ ടയേർഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.